ഈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങപ്പൂ വെച്ചിട്ടൊരു അടിപൊളി തോരനാണ്. സ്വല്പം ഒരു മുരിങ്ങപ്പൂ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പയർ മുളപ്പിച്ച് വെച്ച് നല്ല മുരിങ്ങപ്പൂ പിച്ചപ്പം കിട്ടിയ മുരിങ്ങയില കേട്ടോ, അത് ഇതിനകത്ത് ഇടാമെന്നും കണ്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ മുരിങ്ങപ്പൂ വെച്ച് തോരൻ വെക്കുന്നത് നമുക്കൊന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്വല്പം വെളുത്തുള്ളി ചതച്ചതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങപ്പൂ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തേ. വെളിച്ചെണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുളപ്പിച്ച് വെച്ചിരുന്ന പയർ ഇട്ട് കൊടുക്കുക. എണ്ണയ്ക്കകത്തൊന്ന് അതൊന്ന് വട്ടിയെടുക്കുന്ന പോലെ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരുന്ന മുരിങ്ങപ്പൂവ് ഇട്ട് കൊടുത്ത് കേട്ടോ. സ്വല്പം മുരിങ്ങപ്പൂവേ ഉള്ളായിരുന്നു, ഇട്ട് കൊടുത്തു. മുരിങ്ങയില എടുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുവാണ്. മഴ പെയ്ത് മുരിങ്ങപ്പൂ എല്ലാം പോവുക. കിട്ടിയ മുരിങ്ങപ്പൂ വെച്ചിട്ടൊരു ചെറിയ തോരൻ. നന്നായിട്ട് അതൊന്ന് മാറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എടുത്ത് വെച്ചിരുന്ന തേങ്ങയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് വേവാൻ ആവശ്യമായിട്ടൊരു സ്വല്പം വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. തല്ലിപ്പൊത്തി നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. 2-3 മിനിറ്റ്